നവമാധ്യമങ്ങൾ വഴി തട്ടിപ്പിനിരയാകുന്നവർ ഇന്ന് സർവ്വസാധാരണമാണ്. അത്തരത്തിലുള്ള രണ്ട് വലിയ തട്ടിപ്പുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാം. ഈ തട്ടിപ്പുകാർ എങ്ങനെയാണ് നമ്മളെ സമീപിക്കുന്നത്? വേറെ ഒന്നുമല്ല, നമ്മുടെ മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ്. എന്താണ് മനുഷ്യ സഹജമായ ദൗർബല്യം? എത്രയും പെട്ടെന്ന് പണം സമ്പാദിക്കുക, ഇതാണ് നമ്മുടെ മനുഷ്യ സഹജമായ ദൗർബല്യം. അത്തരം ദൗർബല്യങ്ങളെ നവമാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ചൂഷണം ചെയ്യുന്ന രണ്ട് വിഭാഗക്കാരെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ വോയിസ് ഓഫ് അനുരാഗിലേക്ക് സ്വാഗതം. ഇതിൽ ഒന്നാമത്തെ സ്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരിക്കും, ഗൂഗിൾ മാപ്പ് റിവ്യൂ. അതെ, ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. ഇവർ നമ്മളെ സമീപിക്കുന്നത് വലിയ കമ്പനികളിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാട്സപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇവരുടെ മെസ്സേജുകൾ വരും. ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം വളരെ സിമ്പിളും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ 6000 മുതൽ 10000 രൂപ വരെ നമുക്ക് സമ്പാദിക്കാം എന്നുള്ളതാണ് അത്തരം മെസ്സേജുകൾ. അതുവേണ്ടി അവർ ചെറിയ ചെറിയ ടാസ്കുകൾ നമുക്ക് തരും. അത് വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളായിരിക്കും. ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിന് ലൈക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ഏതെങ്കിലും ഒരു ഹോട്ടലിന് 5 സ്റ്റാർ റിവ്യൂ കൊടുക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളുമായാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. ഇനി ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ടാസ്കുകളെല്ലാം സിമ്പിളായിട്ട് വിജയിക്കുകയും 100 മുതൽ 500 രൂപ വരെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതോടുകൂടി നമ്മൾ ഈ ഒരു സ്കാമിൽ അകപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇനിയാണ് അവരുടെ ശരിക്കുള്ള തട്ടിപ്പ് ആരംഭിക്കുന്നത്. അവർ ഇത്തരം വിശ്വാസം നേടിയെടുത്ത ആൾക്കാരെ അവർ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം അവിടെ ഈ ചെറിയ ചെറിയ ടാസ്കുകൾ തരുന്നതോടൊപ്പം അവർ ചില പെയ്ഡ് ടാസ്കുകൾ തരും. അത് ഒരു എക്സാമ്പിൾ, 1000 രൂപ മുടക്കിയാൽ 1500 രൂപ നേടാം എന്നുള്ള രീതിയിലുള്ള ടാസ്കുകൾ തരും. അതും നമ്മൾ കൃത്യമായിട്ടും വിജയിക്കുകയാണോ എന്നുണ്ടെങ്കിൽ അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. 5000 മുതൽ 1,00,000 രൂപ വരെ അതിലേക്ക് നിക്ഷേപിക്കുക. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന ടാസ്കുകളിലൂടെ കിട്ടുന്ന വരുമാനം കണ്ണഞ്ചിപ്പിക്കുന്ന. ഇപ്പം 5000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 10000 രൂപയുടെ ടാസ്ക് അവർ തരും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ 1,00,000 രൂപ നിക്ഷേപിച്ചാൽ 2,00,000 രൂപ വരെ കിട്ടുമെന്ന് പറയുമ്പോൾ പൈസയോട് ആർത്തിയുള്ളവർ കൃത്യമായിട്ട് ഇതിലേക്ക് പൈസ നിക്ഷേപിക്കും. പക്ഷേ അങ്ങനെ നിക്ഷേപിച്ച് കഴിയുമ്പോഴാണ് രസകരമായ മറ്റ് വിശേഷങ്ങളിലേക്ക് വരുന്നത്. അവർ പറയും, നിങ്ങൾ ടാസ്ക് ചെയ്ത് പരാജയപ്പെട്ടു പോയി, സെർവർ കംപ്ലൈൻ്റ് ആയിപ്പോയി, ഇങ്ങനെ പല പല മുടന്തൻ ന്യായങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് അതിലേക്ക് ഇട്ടിരിക്കുന്ന പണം പിൻവലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അതുമാത്രമല്ല, ഒരു സുപ്രഭാതത്തിൽ ഈ ടെലിഗ്രാം ഗ്രൂപ്പിയെ കാണത്തില്ല. അപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ടും ആ ചതിക്കുഴിയിൽ പെട്ടതെന്ന് മനസ്സിലാക്കുന്നത്. ഈ ഗൂഗിൾ മാപ്പ് റിവ്യൂ ഇന്ന് കേരളത്തിലുള്ള മിക്ക ആൾക്കാരും ആ ചതിയിൽ പെട്ടവരാണ്. ഇത്തരം ആൾക്കാരുടെ ചതിയിൽ പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇനി വേറെ മാർഗങ്ങളില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഈ മനുഷ്യ സഹജമായ ഏറ്റവും വലിയ ദൗർബല്യമാണ് പണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണത്തിനു മീതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നമ്മൾ ഉൾപ്പെട്ടു പോകുന്നത്. രണ്ടാമത്തെ സ്കാം ഒരു പക്ഷേ നിങ്ങളിലേക്ക് എത്തുന്നതേ ഉള്ളായിരിക്കും. അത് വേറൊന്നുമല്ല, ചില സർവേ ആപ്പുകൾ ആ രീതിയിലാണ് ഈ സ്കാം ആരംഭിക്കുന്നത്. ഇത്തരം സർവേ ആപ്പുകളുടെ പരസ്യം ചില ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും അതിൽ വീണുപോയിരിക്കും. ഈ ഇൻഫ്ലുവൻസേഴ്സ് തരുന്ന പരസ്യം വളരെ സിമ്പിളാണ്. ഈ സർവേ ആപ്പ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ലളിതമായ കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, ചായ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? അതിന് ആൻസർ തരികയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് 30,000 രൂപ വരെ മാസം സമ്പാദിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവർ നമ്മളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി ചില വീട്ടമ്മമാരും അതുപോലെ തന്നെ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ അത് കൃത്യമായിട്ട് വീണുപോകും. ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ സർവേ ആരംഭിക്കാൻ കഴിയത്തില്ല. അതിൽ ചില പ്ലാനുകൾ എടുക്കണം. ഉദാഹരണത്തിന് 499 രൂപയുടെ പ്ലാൻ, 500 രൂപയുടെ പ്ലാൻ, ഇങ്ങനെ പ്ലാനുകൾ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സർവേ ആപ്പിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടുന്നത്. ഇനിയാണ് ഏറ്റവും വലിയ കോമഡി. ഏകദേശം 6500 രൂപ നമ്മുടെ വാലറ്റിൽ വന്നാൽ മാത്രമേ നമുക്കത് പിൻവലിക്കാൻ പറ്റത്തുള്ളൂ. ഈ 6500 രൂപ നമ്മുടെ മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സർവേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 പൈസയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ 30,000 രൂപ മാസം കൈകാര്യം ചെയ്യണമെങ്കിൽ, മാസം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 5 പൈസ വെച്ച് ഏകദേശം 24 മണിക്കൂർ ജോലി ചെയ്യണം. ഏകദേശം 1,30,000-ഓളം നമ്മൾ 1,30,000-ഓളം സർവേകൾ ചെയ്താലാണ് ഈ പൈസ കിട്ടുന്നത്. അങ്ങനെ നമ്മളെ തീർച്ചയായിട്ടും കബളിപ്പിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രത്യേകത.
അതുമാത്രമല്ല ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് OTT പ്ലാറ്റ്ഫോം ലഭിക്കും, മറ്റു കുറേ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് പറയുമെങ്കിൽ തീർച്ചയായും അവർ നമ്മളെ പറ്റിക്കപ്പെടുകയാണ്. ഈ പറ്റിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കും നമുക്കൊരു 500 രൂപയുടെ നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോവുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സർവേ ആപ്പിൽ വന്ന് പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ സർവേ ആപ്പുമായി വരുന്നവരെ നിങ്ങൾ തീർച്ചയായിട്ടും ബഹിഷ്കരിക്കാൻ നോക്കുക. നമ്മൾ എത്രയൊക്കെ അവയർനെസ് വീഡിയോ ചെയ്താലും ഇതിൽ പോയി വീഴുന്നവരാണ് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാവരും. കാരണം എന്താണ്? പൈസയോടുള്ള ആർത്തി. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ വീഴാൻ പോകുന്നവർക്ക് മാത്രം ഒരു ടിപ്സ് തരാം. പണ്ട് അയ്യപ്പനും കോശിയിലും തന്നാണ് ഒരു ടിപ്സ്, വേറെ ഒന്നുമല്ല. ഏവരും നമ്മളെ വിശ്വാസത്തിലെടുത്തതിന് ശേഷം മാത്രമേ സ്കാം ചെയ്യത്തുള്ളൂ. ഏത് ആപ്പ് വന്നാലും ആര് വന്ന് നമ്മളെ കബളിപ്പിക്കപ്പെടാനെങ്കിൽ നമ്മളെ വിശ്വാസത്തിലെടുത്തതിന് ശേഷം മാത്രമേ അവർ ഇതിലേക്ക് തുനിയത്തുള്ളൂ. ആ വിശ്വാസത്തിലെടുക്കുന്ന ഒരു ചെറിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ ഇടുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലാഭത്തോടുകൂടി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലപ്പുറത്തേക്ക് പോകാതിരിക്കാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഇതിൽ പെടുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം മാത്രമാണ്. സാധാരണ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആരും ഇതിലേക്ക് പോകാൻ ശ്രമിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപയോഗിക്കാനുള്ളതല്ല, നമ്മുടെ വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇത്തരം സ്കാമുകളിൽ ചെന്ന് പെടാതെ നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയൊക്കെ നിക്ഷേപിച്ച് സാധാരണ വിലയിലുള്ള ലാഭം മാത്രം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരമുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയുകയാണ്, ഇത്തരം സ്കാമുകളിൽ പോയി നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത്.